സാമൂഹ്യബോധ്യമുള്ള കൂട്ടായ്മകൾ നാടിനെന്നും മുതൽക്കൂട്ടായി മാറുമെന്ന് ഷാഫി പറമ്പിൽ എം പി. പ്രയാസപ്പെടുന്നവരെ ചേർത്ത് നിർത്തി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രിയദർശിനി ഗ്ലോബൽ കോൺഗ്രസ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. വാളൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന പ്രിയദർശിനി ഗ്ലോബൽ കോൺഗ്രസ് കൂട്ടായ്മയുടെ 3ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി. കുഞ്ഞബ്ദുള്ള വാളൂർ അധ്യക്ഷത വഹിച്ചു. നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശോഭന വൈശാഖ്, മെമ്പർമാരായ കെ മധുകൃഷ്ണൻ, ഷിനി ടി പി, സത്യൻ കടിയങ്ങാട്, രാജൻ മരുതേരി, മുനീർ എരവത്ത് എന്നിവർ സംസാരിച്ചു. എം കെ ദിനേശൻ സ്വാഗതം പറഞ്ഞു. റഷീദ് ചെക്യാലത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉന്നത വിജയികളെയും കലാ സാംസ്കാരിക പ്രവർത്തകരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. സാഹിതി തിയേറ്റർ അവതരിപ്പിച്ച മുച്ചീട്ട് കളിക്കാരന്റെ നാടകവും കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് ഈ നാടിന്റെ മനുഷ്യത്വത്തിന്റെ പേരിൽ ആദ്യം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും നന്ദിയും അഭിവാദ്യങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുക. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ സംഘാടകർ എന്നോട് പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. ആ ഡേറ്റിൽ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഒരു കൺഫ്യൂഷനും വന്നു. 23-ാം തീയതിയാണ് നാടകം നടക്കുന്നത്. അന്നതിൽ പങ്കെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. എനിക്കും ആഗ്രഹമില്ലാതിരുന്നില്ല. പക്ഷെ ഇന്നലെ അതിന് കഴിയാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഇന്നേക്കൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെയാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. മാക്സിമം പ്രധാനപ്പെട്ട പരിപാടികൾ മുഴുവൻ ഇന്നലെയാണ്. പിന്നെ ഇന്ന് ഇത്തരത്തിലൊരു വലിയ പരിപാടി സാധ്യമാകുമെന്നുള്ള സംശയമൊക്കെ അവർ പറഞ്ഞു. എന്നാലും ശരി, 24 എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്നാൽ മതി. ഞാൻ പാലക്കാട്ടെ ഇലക്ഷൻ ചൂടിൽ ഓടി നടക്കുമ്പോഴും രണ്ടാൾ അവിടെ വന്ന് എന്നോട് ഇതിൽ പങ്കെടുക്കണം നിർബന്ധം പറഞ്ഞു. പക്ഷേ 24 വന്നപ്പോഴും ഇതുപോലെ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി ഈ പരിപാടി ഒരു വലിയ വിജയമാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രിയദർശിനി ഗ്ലോബൽ കൂട്ടായ്മ വാളൂരിലേത് മുന്നോട്ട് വെക്കുന്ന നാടിന് വേണ്ടിയുള്ള, സാധാരണക്കാരന് വേണ്ടിയുള്ള ഇടപെടലിന്റെ കൂടെ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും ചേർന്ന് നടക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യമാണ് എനിക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഈ നാട്ടിലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിരവധിയായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഭരണകൂടങ്ങൾ മാത്രം ഇടപെട്ടിട്ട് നിറവേറ്റുന്ന ഒന്നായിരുന്നെങ്കിൽ ഇത്രയും പ്രയാസങ്ങളും അപേക്ഷകളുമായ ആളുകൾ ഞങ്ങളെയൊക്കെ കാണാൻ വരേണ്ടി വരുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.